ഒരു തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷനും തൊണ്ടയ്ക്കൊരു ചെറിയൊരു തൊണ്ടവേദനയും ഭക്ഷണം ഇറക്കാനൊരു ബുദ്ധിമുട്ട് ഇന്ന് തുടങ്ങി 2-3 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ആൽക്കഹോളും സ്മോക്കും ഒന്നും ചെയ്യുന്ന വ്യക്തി അല്ല എങ്കിൽ അത് ത്രോട്ട് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ആക്ച്വലി കുറവാണ്. പക്ഷേ നമ്മൾ എങ്ങനെ അറിയും ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, എനിക്ക് കവിളിലെന്തോ പാടുപോലെ കണ്ടു, അല്ലെങ്കിൽ നാക്കിൽ എനിക്ക് കളർ വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ കാണുമ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് പാനിക് ആവാറുണ്ട്. ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസിസ് കൊടുത്താലും അവർ പറയും ഇത് ക്യാൻസർ അല്ല, ഇതൊരു പുണ്ണാണ്, ഇത് ജസ്റ്റ് ഒരു സാധാരണപ്പെട്ടൊരു സംഭവം, ഇതിലെന്തെങ്കിലും ഇല പച്ചമരുന്ന് എന്തെങ്കിലും വെച്ചാൽ ഇതങ്ങ് മാറും. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രിക്ഷൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്ന് അവിടെ ഒരു കൺസിസ്റ്റൻറ്റ് ക്രോണിക് അൾസറായിട്ട് മാറുകയാണെങ്കിൽ അതിലൊരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊന്നും തന്നെ ഈ പറഞ്ഞ ക്യാൻസർ ഉണ്ടാവണം എന്നില്ല, പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വരുമല്ലോ, ഡോക്ടർ എനിക്ക് ഈ ലക്ഷണമുണ്ട്, ഇനിയിപ്പോൾ അതായിരിക്കുമോ എന്നുള്ളത്. സോ എന്തൊക്കെയാണ് അങ്ങനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ? തെറ്റിദ്ധരിക്കുന്ന ലക്ഷണം മോസ്റ്റ് കോമൺലി നമ്മളുടെ സ്ട്രെസ് അൾസറാണ്. എൻ്റെ പ്രാക്ടീസിൽ സ്ട്രെസ് അൾസർ ചിലർ വളരെയധികം അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് പെട്ടെന്ന് തന്നെ വന്ന് കാണിക്കും, അയ്യോ ഡോക്ടർ ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥയാണോ. പക്ഷേ പലപ്പോഴും റീഅഷ്വറൻസ് ആണ് അതിൽ നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ സ്ട്രെസ് ഫാക്ടേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഞാൻ ആ പേഷ്യൻസിന് അവരോട് ഞാൻ പറയുന്നൊരു കാര്യം, ഐ ആം ഹാപ്പി ദാറ്റ് യു ആർ കൺസേൺഡ്. കാരണം അതിൻ്റെ പോപ്പുലേഷൻ ഗ്രൂപ്പിൽ ലെസ് ദാൻ 2% എന്നാണെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് അതിൻ്റെ വിപരീതമാണ്. അപ്പം അവരുടെ മിസ്കൺസെപ്ഷൻ, മെജോറിറ്റി മിസ്കൺസെപ്ഷൻ ദാറ്റ് ഐ ഫേസസ്, ഇത് ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസിസ് കൊടുത്താലും അവർ പറയും ഇത് ക്യാൻസർ അല്ല, ഇതൊരു പുണ്ണാണ്, ഇത് ജസ്റ്റ് ഒരു സാധാരണപ്പെട്ടൊരു സംഭവം, ഇതിലെന്തെങ്കിലും ഇല പച്ചമരുന്ന് എന്തെങ്കിലും വെച്ചാൽ ഇതങ്ങ് മാറും, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഇതിന് മുകളിലൊരു മരുന്ന്, തുള്ളിമരുന്ന് തേച്ചാൽ മതി അല്ലെങ്കിൽ ഒട്ടിച്ചാൽ മതി, ഇത് മാറും. ഇതാണ് നോർത്തിൽ നമ്മൾ കാണുന്ന മെജോറിറ്റി മിസ്കൺസെപ്ഷൻ. പിന്നെ വേറൊരു മിസ്കൺസെപ്ഷനാണ് ബയോപ്സി എടുത്താൽ ഡിസീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും ആൻഡ് ആൾ മരിച്ചു പോകും. ദിസ് ഇസ് എ ബിഗ് മിസ്കൺസെപ്ഷൻ. പിന്നെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുമ്പം സർജറി ചെയ്താലും ആൾ ജീവിക്കത്തില്ല. ഇത് വലിയൊരു മിസ്കൺസെപ്ഷനാണ്. അതായത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. സർജറിക്ക് ശേഷം ആണ് അഥവാ വേറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജുവൻ്റായിട്ട് റേഡിയേഷനും കീമോയും അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറപ്പി അങ്ങനത്തെ, അല്ലെങ്കിൽ മെട്രോണോമിക് കീമോതെറപ്പി, അങ്ങനത്തെ പല ട്രീറ്റ്മെൻറ്റും ചിലപ്പം സർജറി നടക്കത്തില്ല അല്ലെങ്കിൽ സർജറിക്ക് ശേഷമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ടാണ് മാറുന്നത്. പക്ഷേ പേഷ്യൻ്റ് അഥവാ സർജറി തന്നെ ചെയ്യാൻ ഭയമാണ്, അല്ലെങ്കിൽ അത് ചെയ്താൽ ഔട്ട്കംസ് ശരിയല്ല എന്നുള്ളൊരു കൺസിഡറേഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ് ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദം അറ്റ് ദ റൈറ്റ് ടൈം. പലരും പറയാറുണ്ട്, എനിക്ക് കവിളിലെന്തോ പാടുപോലെ കണ്ടു, അല്ലെങ്കിൽ നാക്കിൽ എനിക്ക് കളർ വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ കാണുമ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് പാനിക് ആവാറുണ്ട്. ശരിക്കും നമ്മളിത് പേടിക്കേണ്ട കാര്യമാണോ? ഇത് ഒരു രോഗലക്ഷണമാണോ? എന്താണ്? അതൊരു നല്ല ഡൗട്ടാണ്. കാരണം ഒത്തിരിയും പേഷ്യൻസിന് വരുന്നൊരു സംശയമാണ്, എസ്പെഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷന് വരുന്നൊരു സംശയമാണ്. നല്ലൊരു സംശയം. കാരണം നമ്മൾക്ക് പറയപ്പെടുന്നത് ശരീരത്തിൽ അല്ലെങ്കിൽ വായ്ക്കകത്ത് ഏതെങ്കിലും ഒരു അൾസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോത്ത് പോലെ നമ്മളുടെ വായിലോ ചെള്ളയിലോ കവിളത്തോ ലിപ്സിലോ എവിടെയെങ്കിലും കാണപ്പെടുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മുഴ പോലെ ഒരു 2 ആഴ്ചയായി കൂടുതലും അത് മാറാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെഡ് പാച്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് പാച്ച് ഉണ്ട്, അതിൻ്റെ സൈസ് കൂടുകയാണ്, അതിന് എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, അതുകൂടാതെ അതിൽ നിന്ന് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു 2 വീക്സായിട്ടും അതിനൊരു റെസ്പോൺസും ഇല്ല, അത് കുറയുന്നില്ല, അങ്ങനെ തന്നെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഫോർ മലിഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. എന്നാൽ ഈ പറയുന്ന ചെറിയ അൾസേഴ്സ് ചിലപ്പോൾ നോർമലായിട്ട് സ്ട്രെസ് അൾസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ്, അതൊക്കെ വരുവാണെങ്കിൽ യൂഷ്വലി ഒരു 5 days 1 week കഴിയുമ്പം ഇറ്റ് വിൽ ഡിസപ്പിയർ ആൻഡ് ഇറ്റ് മേ വീണ്ടും വരാം. ഒരു 3 മാസം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിങ് ഇവൻറ്റ് വന്നു, അല്ലെങ്കിൽ ഡയറ്ററി ഹാബിറ്റ്സ് ഒന്നും മോശമായി, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ചിലപ്പോൾ റെക്കർ ചെയ്തെന്നിരിക്കും. പക്ഷേ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഒരു 2 weeksന് മുകളിലായിട്ട് ഈ സിംറ്റംസ് നമുക്ക് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ടു ഗെറ്റ്
an expert opinion. ഓറൽ ഹെൽത്തും ഓറൽ ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധം നമുക്ക് പറയാൻ പറ്റുമോ? സോളിഡ് എവിഡൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പുവർ ഓറൽ ഹൈജീൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഓറൽ ക്യാൻസർ. അതിന് വേരിയസ് തിയറീസ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഓറൽ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 80 to 90% ടൊബാക്കോ ആണ്. ടൊബാക്കോയുടെ കൂട്ടത്തിൽ സ്ലേക്ക്, ലൈം, നിക്കോട്ടീൻ, ടാർ അങ്ങനെ പല പല പദാർത്ഥങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് കൂടുതൽ അതൊരു ഇറിറ്റൻ്റ് ആയിട്ട് അവിടെ ഫോം ആവുന്നത്. സെക്കൻഡ് കോമൺ കോസ് ഇസ് നമ്മളുടെ ക്രോണിക് ഇറിറ്റേഷൻ. അപ്പോൾ ക്രോണിക് ഇറിറ്റേഷൻ്റെ കോമൺ കോസ് ക്യാൻ ബി ഒരു ഇൽ ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ഡെൻച്ചർ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ക്ലാസ്പ് ആവാം. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രിക്ഷൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്ന് അവിടെ ഒരു കൺസിസ്റ്റൻറ്റ് ക്രോണിക് അൾസറായിട്ട് മാറുകയാണെങ്കിൽ അതിലൊരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുകൂടാതെ ദർ ഇസ് ഓൾസോ ആൻ എൻറ്റിറ്റി കോൾഡ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പം അതും ഒരു ഇപ്പം ഇൻ ദ കറണ്ട് ഏജ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നൊരു ക്യാൻസറാണ് HPV ഇൻഡ്യൂസ്ഡ് ഓറൽ ക്യാൻസറും ഓറോഫാരഞ്ചൽ, അതായത് വായുടെയും തൊണ്ടയുടെയും നടുക്കത്തെ ആ ഒരു ഭാഗത്തിൽ വരുന്നൊരു ക്യാൻസർ. അതും ഇപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നൊരു സംഭവമാണ്. അപ്പം ഓറൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ വിസിറ്റിംഗ് ഡെൻറ്റിസ്റ്റ് ഓഫീസ് ഓർ എൻ ENT ക്ലിനിക് എല്ലാ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ നമ്മളൊരു റുട്ടീൻ ചെക്കപ്പ് നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് നേരത്തെ കണ്ടെത്താൻ പറ്റുമോ, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? അബ്സല്യൂട്ട്ലി ജസ്ന. അപ്പം നമുക്ക് ഏത് ക്യാൻസറിനാണെങ്കിലും നമ്മൾ യൂഷ്വലി നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്റ്റേജ് 1, 2, 3, 4. അതിൻ്റെ അകത്തും ABC അങ്ങനെ സ്റ്റേജ് 4ൻ്റെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പം ഈ സ്റ്റേജിങ്ങിൻ്റെ ഒരു നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും അതേപോലെ പേഷ്യൻറ്റിനെയും ഫാമിലിയെയും പ്രിപ്പയർ ചെയ്യാനുമുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ആ ഗ്രേഡേഷൻ സ്കെയിലിൽ വേൾഡ് വൈഡ് ലിറ്ററേച്ചർ സെസ് സ്റ്റേജ് 1 നമ്മൾ അഥവാ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 80 to 90% ചാൻസ് ഉണ്ട് ആ പേഷ്യൻറ്റിന് നെക്സ്റ്റ് 5 years 10 years സർവൈവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷനാണ് എപ്പോഴും കീ ഫാക്ടർ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് 70 to 80% പേഷ്യൻസ് അഡ്വാൻസ് സ്റ്റേജസിലാണ് നമ്മൾ ഡയഗ്നോസിസിൽ വരുന്നത്. അപ്പോൾ 3rd stage 4th സ്റ്റേജിലാകുമ്പോഴായിരിക്കും അവർ ഡയഗ്നോസിസിന് വരുന്നത്. അപ്പോൾ അവരുടെ പ്രോഗ്നോസിസ്, അതായത് ഔട്ട്കം 5 year ഓവറോൾ സർവൈവൽ എന്ന് പറയുമ്പം അത് 80% 90% എന്നുള്ളത് ഡിപ്പ് ചെയ്ത് ചിലപ്പോൾ 60% 40% ആയിട്ട് മാറും. പക്ഷേ നമ്മൾ ഈ 6 months ചെക്കപ്പ് നടത്തുകയാണ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഡൗട്ടുള്ള കേസുകളിൽ ഒരു ബയോപ്സി അല്ലെങ്കിൽ ഒരു സ്കാൻ, അങ്ങനെ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ക്യാൻ ബി ഡെഫിനറ്റ്ലി പോസിബിൾ, എസ്പെഷ്യലി ഇൻ ഓറൽ ക്യാൻസർ, വെരി മച്ച് പോസിബിൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒറ്റമൂലികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. മഞ്ഞളിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ കാര്യമാവട്ടെ, അങ്ങനെ കുറേ ഈ ഒറ്റമൂലികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പം ഇത് എത്രത്തോളം നമുക്ക് രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അപ്പോൾ നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഗുഡ് ഡയറ്ററി ഹാബിറ്റ്സ് ആണ്. സെക്കൻഡ്, ലൈഫ് സ്റ്റൈൽ, നമുക്ക് എക്സസൈസ്, അങ്ങനത്തെ സംഭവങ്ങൾ. തേർഡ് വന്ന് റെഗുലർലി നമ്മളുടെ ഒരു ക്ലിനീഷ്യനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ കണ്ട് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷനും ക്ലിനിക്കൽ എക്സാമിനേഷനും എല്ലാം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒറ്റമൂലികൾ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല ദാറ്റ് ഒറ്റമൂലികൾ കാരണം ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ മിതമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഈ പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ടു അസ്. അപ്പം നമുക്ക് നാച്ചുറലി കിട്ടുന്ന എല്ലാ വൈറ്റമിൻസും അല്ലെങ്കിൽ എല്ലാ മൾട്ടി വൈറ്റമിൻസും എല്ലാ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്ട്സും എല്ലാം ഈ പറയുന്ന ഫുഡിൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും. അതൊരു ക്യൂർ അല്ല, എന്നാൽ ഇറ്റ് ഈസ് എ ഗുഡ് ഡയറ്ററി ഹാബിറ്റ് ദാറ്റ് ഓൾ ഓഫ് us ക്യാൻ ഹാവ്. പക്ഷേ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് കൊണ്ട് ആവത്തില്ല. ഡോക്ടർ, നമ്മൾ ഈ താടിയലിൽ ജസ്റ്റ് ചില മാറ്റങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആക്ച്വലി അതും ക്യാൻസറും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? താടിയലിലെ മാറ്റം എന്ന് പറയുമ്പോൾ അഥവാ നമുക്ക് താടിയലിലൊരു പെട്ടെന്നൊരു കുറച്ച് ദിവസം വരെ ഇല്ലാഞ്ഞൊരു സംഭവമായ ഒരു പുതിയൊരു മുഴ അല്ലെങ്കിൽ ഒരു തെണുപ്പ്, ഒരു വേദന,
അല്ലെങ്കിൽ നംനെസ്, അതിന് ചുറ്റും ഒരു നംനെസ് ആയിട്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 weeks ആയിട്ട് അതിന് യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ നമ്മളത് കാണിക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ പോസിബിളായിട്ടുള്ളൊരു സംഭവം അത് ചിലപ്പോൾ ഒരു സിസ്റ്റോ ട്യൂമറോ ആകാം. പക്ഷേ സംടൈംസ് ലോങ് സ്റ്റാൻഡിങ് സിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ട്യൂമർ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചില വേരിയേഷൻസ് വരാം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ ഡെവലപ്പ് ആകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനൊരു സംഭവത്തിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി കൺസൾട്ട് ആൻ എക്സ്പെർട്ട്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ട്യൂമേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഉമ്മുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രന്ഥികളുണ്ട്. അപ്പം അതിലും വരുന്ന ട്യൂമേഴ്സ് ഇതുപോലെ ചിലപ്പോൾ ഒരു മുഴയായിട്ടായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ ഈ താടിയലിന് അടിയിലായിട്ട് ചെറിയൊരു മുഴയായിട്ടായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മുഴ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നിൽക്കുകയാണ്, മരുന്നെടുത്തു, ആൻറ്റിബയോട്ടിക്സ് എടുത്തു, എന്നിട്ടും പോയില്ല, അങ്ങനൊരു സംശയം തോന്നുകയാണെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത് തീർച്ചയായിട്ടും അതിനൊരു ബയോപ്സി അല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്ത് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഡോക്ടർ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. അതിപ്പം തൊണ്ടവേദന എന്ന് തന്നെ ചിലർ പറയും, അല്ലെങ്കിൽ ഒരു തൊണ്ടയിലൊരു ഞെരുക്കം പോലെ എന്നൊക്കെ പറയാറുണ്ട്. അതിനെ ശരിക്കും പറഞ്ഞ ആൾക്കാർ എപ്പോഴും ത്രോട്ട് ക്യാൻസറുമായിട്ടാണ് എപ്പോഴും പറയാറ്. അപ്പം ശരിക്കും അത് ത്രോട്ട് ക്യാൻസർ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇന്നലെ വരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷനും തൊണ്ടയ്ക്കൊരു ചെറിയൊരു തൊണ്ടവേദനയും ഭക്ഷണം ഇറക്കാനൊരു ബുദ്ധിമുട്ട് ഇന്ന് തുടങ്ങി 2-3 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ആൽക്കഹോളും സ്മോക്കും ഒന്നും ചെയ്യുന്ന വ്യക്തി അല്ല എങ്കിൽ അത് ത്രോട്ട് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ആക്ച്വലി കുറവാണ്. പക്ഷേ നമ്മൾ എങ്ങനെ അറിയും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇഫ് ഐ ആം എ സ്മോക്കർ, അല്ലെങ്കിൽ ഇഫ് ആൽക്കഹോൾ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം വായിലോട്ട് പോകുമ്പോൾ ഒരു കട്ടി പോലെ ഇവിടെ ഇരിക്കുക, അങ്ങോട്ട് വിഴുങ്ങാനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വോയിസിനൊരു വ്യത്യാസം, എൻ്റെ വോയിസിനൊരു ഭാരം, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, ഇതെല്ലാം സൈൻസാണ് ദാറ്റ് പെർഹാപ്സ് ദർ ഇസ് എ ഗ്രോത്ത്. ഈ പറയുന്ന നമ്മുടെ വോക്കൽ കോർഡ്സിലോ അല്ലെങ്കിൽ ലാറിങ്സിലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഓറോഫാരിങ്സിൽ ചിലപ്പോൾ ഒരു മുഴയോ ഒരു ഗ്രോത്തോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 2 weeks 3 weeks ആയിട്ടും മരുന്നെടുത്തിട്ടും ഒരു വ്യത്യാസവും വരുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു എൻഡോസ്കോപ്പി നോക്കി അതിൻ്റെ അകത്ത് ഗ്രോത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ബയോപ്സി വെച്ച് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യണം. എന്നിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ കിടക്കേണ്ടത്. വേറെ ഫാക്ടേഴ്സും ഉണ്ടാവാം. ഭക്ഷണം ഇറക്കാൻ ഇപ്പം ഫാരഞ്ചൈറ്റിസ് ആയി, അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലമേഷനായി, ടോൺസിലൈറ്റിസ് ആയി, അന്നേരവും ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ മരുന്ന് മേടിക്കുന്നതിന് മുന്നേ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മരുന്നുകൾ എടുക്കുക. ഇന്ത്യയിൽ ആകെ മൊത്തത്തിൽ നമ്മൾ ക്യാൻസർ, ഈ പറഞ്ഞ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കേരളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ? കേരളത്തിലുള്ള ഡേറ്റ പ്രകാരം ഓറൽ ക്യാൻസർ കേസസ് ട്രെൻഡ് ആക്ച്വലി ഡിക്ലൈനിലാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ്. അതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, അവെയർനെസ്; സെക്കൻഡ്, ഏർലി ഡിറ്റക്ഷൻ; തേർഡ്, ഏർലി ഇൻ്റർവെൻഷൻ; ഫോർ ആൾക്കാർക്ക് നല്ല ബോധവൽക്കരണമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കൊണ്ടു കാണിക്കാനുള്ളൊരു ചെറിയൊരു പിമ്പിൾ ആണെങ്കിൽ പോലും ചിലപ്പം ആൾക്കാർ വന്ന് കാണിക്കാം, ഡോക്ടർ ഇത് സ്കിൻ ക്യാൻസർ ആണോ, അതായത് ഓറൽ ക്യാൻസർ ആണോ, ചിലപ്പോൾ ഒരു ചെറിയൊരു പുണ്ണായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോത്ത് ആയിരിക്കാം. പക്ഷേ ദാറ്റ് ഈസ് ഗുഡ്. ഞാൻ പറയാം, അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഡിക്ലൈനിലോട്ട് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരുമുണ്ട്. അതിപ്പം എന്തുകൊണ്ടായിരിക്കും? നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്കിങ്ങനെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നറിയാം, നമുക്കിനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, എന്നിട്ട് പോലും നമ്മൾ പലപ്പോഴും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അത് ശരിക്കും എന്തായിരിക്കും കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, അവെയർനെസ്, പിന്നെ ലേറ്റ് ഡിറ്റക്ഷൻ, പിന്നെ വൺ മേജർ ഫാക്ടർ ഇസ് കോസ്റ്റ്. നമുക്ക് ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് ആക്ച്വലി വളരെ കുറവാണ്. പോക്കറ്റ് എക്സ്പെൻസ് ആണ് കൂടുതൽ നമുക്ക് ഈ ക്യാൻസർ അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെൻറ്റിനും നമുക്ക് വേണ്ടത്. അപ്പം അഥവാ പേഷ്യൻറ്റിന് ക്യാൻസർ ഡിറ്റക്റ്റ് ആയി ഗവൺമെൻറ് സെൻറ്റേഴ്സിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോസ്റ്റ് വളരെ മിനിമലായിരിക്കും. പക്ഷേ ഗവൺമെൻറ് സെൻറ്റേഴ്സ് നമുക്ക് വളരെ കുറച്ച് ഒരു സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒത്തിരി ലോങ് ക്യൂ ആയിരിക്കും ഒരു സർജറിക്ക് അല്ലെങ്കിൽ ഒരു റേഡിയേഷനുള്ള ഒരു ഡേറ്റ് കിട്ടാൻ.
വയസ്സ് ദിവസം നമ്മളൊരു ആ പേഷ്യൻ്റ് അഥവാ പ്രൈവറ്റിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ്. പക്ഷേ ദർ ആർ ഗവൺമെൻറ് സ്കീംസ് ലൈക്ക് ദി ആയുഷ്മാൻ ഭാരത് സ്കീം, അല്ലെങ്കിൽ സ്റ്റേറ്റ് PM ഫണ്ടുണ്ട്, CM ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സമയത്തിന് നമ്മൾ അഥവാ ഡോക്ടറിനെ കാണുകയും ഈ ഡയഗ്നോസിസ് കൃത്യമായി നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷം ഈ ഫണ്ടിന് അപ്ലൈ ചെയ്ത് ഈ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും വേഗത്തിൽ ഡയഗ്നോസിസ് എത്തിയാൽ മാത്രമേ നമുക്കത് കൃത്യമായ സമയത്ത് ട്രീറ്റ്മെൻറ്റിന് ഫലപ്രദമായിട്ട് ആ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ പേഷ്യൻസിനെയും പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനെയും നമ്മളത് ഇൻഫോം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്കിതിനെ തടയാം? അപ്പം ഓറൽ ക്യാൻസർ ഇങ്ങനെ കൂടി വരുന്നൊരവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ്. അപ്പം ചെറിയൊരു അൾസർ, ചെറിയൊരു ഗ്രോത്ത്, ചെറിയൊരു ലംപ്, അല്ലെങ്കിൽ ഒരു റെഡ് പാച്ച്, അല്ലെങ്കിൽ ഒരു വൈറ്റ് പാച്ച് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നാവിലോ ചുണ്ടത്തോ അല്ലെങ്കിൽ തൊണ്ടയിലോ അല്ലെങ്കിൽ കഴുത്തിൽ, മുഖത്ത് എവിടെയെങ്കിലും ഒരു 2 വീക്സിന് മുകളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനെ എക്സാമിൻ ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ അതിനെ ബയോപ്സി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഈറ്റിംഗ് ഹെൽത്തി. അപ്പോൾ ഈറ്റിംഗ് ഹെൽത്തിക്കകത്ത് ഗ്രീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹൈ ഫൈബർ ഡയറ്റ്, അവോയ്ഡിങ് പ്രോസസ്ഡ് മീറ്റ്, പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, റെഗുലർ എക്സസൈസ് ആൻഡ് റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെയിൻ ഫാക്ടർ വന്ന് ഹാബിറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് ടൊബാക്കോ ഏത് ഫോമിലാണെങ്കിലും, അത് സ്മോക്ഡ് ഫോമിലാണെങ്കിലും സ്മോക്ക്ലെസ് ചവയ്ക്കുന്ന രീതിയിലാണെങ്കിലും, ആൽക്കഹോൾ, പിന്നെ റീക്രിയേഷണൽ ഡ്രഗ്സ്, ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യും. എന്നാലും ബാക്കിയുള്ള ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ 6 months അല്ലെങ്കിൽ 1 year കൂടുമ്പോഴും സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്.